കരയണോ ചിരിക്കണോ എന്നറിയില്ല. വെറുതെ ഒന്ന് ചിരിച്ചു നോക്കാം, ഒന്ന് കൂടെ പോരും. ഒരാൾ നന്നായാൽ, ഒരു പാർട്ടി നന്നായാൽ ഇത്രയധികം നന്നാവുമോ? നന്നാവും എന്ന് തന്നെയാണ് കണക്ക്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി തൃണമൂൽ കോൺഗ്രസിന്റെ MLA-മാരും നേതാക്കന്മാരും ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ കൈക്കൂലി തിരിച്ചു നൽകുന്നു. വെറുതെ രഹസ്യമായി തിരിച്ചു നൽകുകയല്ല, മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ ഒരിടത്ത് കൂട്ടി തിരിച്ചു നൽകുന്നു. ഇത്ര വലിയ നന്നാവൽ സ്വപ്നങ്ങളിൽ പോലുമില്ല. ഗ്രാമീണരോടും വ്യാപാരികളോടും വാങ്ങിയ കൈക്കൂലി പണമാണ് നേതാക്കൾ തിരിച്ചു നൽകുന്നത്. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ജനങ്ങൾ നേരിട്ടെത്തി ചോദിച്ചു തുടങ്ങി. കാര്യം നടന്നില്ലല്ലോ, പണം തരൂ. കൈപ്പറ്റിയ കൈക്കൂലി തിരിച്ചു തരിക. നിവർത്തിയില്ലാതെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, തൃണമൂലിലെ നേതാക്കന്മാർ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ഉൾപ്പെടെ നടു റോഡിൽ തല്ലുകൊള്ളുന്ന അവസ്ഥയായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ട പണം തിരിച്ചു നൽകാതിരിക്കാൻ നിവർത്തിയില്ലാതായി. അങ്ങനെ ആ പണം തിരികെ നൽകാൻ തയ്യാറാകുന്നു. മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ കൂട്ടി തിരിച്ചു നൽകുന്നു. പശ്ചിമ ബംഗാളിലെ കുച്ച്ബിഹാർ ജില്ലയിലാണ് തൃണമൂൽ നേതാക്കളും ഗുണ്ടകളും ചേർന്ന് പിരിച്ചെടുത്ത പണം തിരിച്ചു നൽകാൻ തയ്യാറായത്. അവിടെ പച്ചാഹട്ട് സ്കൂൾ മൈതാനത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി പണം തിരികെ നൽകുകയായിരുന്നു. കമ്മീഷന്റെ പേരിലും പ്രശ്നപരിഹാരത്തിനുള്ള വിഹിതവുമായി നാട്ടുകാരിൽ നിന്ന് പിരിച്ചിരുന്നത് വൻ തുകയാണ്. വീട് നിർമ്മാണത്തിൽ ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിരുന്നു. 14 പേർക്കാണ് വീട് നിർമ്മാണത്തിന്റെ കമ്മീഷൻ തിരിച്ചു കിട്ടിയത്. ഗുഗുമാരി എന്ന സ്ഥലത്ത് അനൗൺസ്മെന്റ് നടക്കുകയാണ്. തിരികെ വരൂ, ഞങ്ങൾ പറ്റിയ കൈക്കൂലി തിരികെ തരാം, ഞങ്ങളെ തല്ലരുതേ എന്ന അർത്ഥത്തിൽ. വീട് നിർമ്മാണത്തിന് കൈപ്പറ്റിയിരുന്നത് 15,000 മുതൽ 20,000 രൂപ വരെയായിരുന്നു കമ്മീഷൻ അഥവാ കൈക്കൂലി. ആ പണം കൈപ്പറ്റിയ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് വരാനായിരുന്നു അനൗൺസ്മെന്റ്. ജനം എത്തിത്തുടങ്ങി, പണം നൽകി തുടങ്ങി. 2021 തൃണമൂൽ വീണ്ടും ജയിച്ച് കയറിയപ്പോൾ, തുടർ ഭരണം ലഭിച്ചപ്പോഴാണ് കട്മണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സമ്പ്രദായം തുടങ്ങിയത്. ഭവന നിർമ്മാണ പദ്ധതിക്ക് ആദ്യ ഗഡു കിട്ടുമ്പോൾ തന്നെ കൈക്കൂലി പണം നൽകണമായിരുന്നു നേതാക്കൾക്കും ഗുണ്ടകൾക്കും, അല്ലെങ്കിൽ ബാക്കി പണം ലഭിക്കില്ല. അതുപോലെ ഒരു വസ്തു വിൽക്കണമെങ്കിൽ, ഒരു വസ്തു വാങ്ങണമെങ്കിൽ കട്മണി എന്ന പേരിൽ ഗുണ്ടാപ്പിരിവ് നൽകണമായിരുന്നു തൃണമൂൽ നേതാക്കൾക്ക്.